ആകയാൽ എൻ്റെ ഈ വചനം ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുവിൻ. എൻ്റെ ഈ വചനം ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുവിൻ. നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ഈ വചനം നമ്മൾ സൂക്ഷിക്കണം. അടയാളമായി അവയെ നിങ്ങളുടെ കയ്യിൽ കെട്ടുകയും പട്ടമായി നെറ്റിത്തടത്തിൽ ധരിക്കുകയും ചെയ്യുക. അടയാളമായി കയ്യിൽ കെട്ടുക എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ ബൈബിൾ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുക. അടയാളമായി നമ്മുടെ ക്രിസ്ത്യാനിയുടെ അടയാളമാണ് വിശുദ്ധ ബൈബിൾ. ഈ ബൈബിൾ നിൻ്റെ കൈവശം ഉണ്ടായിരിക്കുക. അടുത്തത് പറയുന്നത് എന്താ? നെറ്റിത്തടത്തിൽ ധരിക്കുക എന്ന് പറഞ്ഞാൽ നിൻ്റെ ബുദ്ധിയിലും ചിന്തയിലും ഈ വചനം ഉണ്ടായിരിക്കുക. ഈ വചനം ഉണ്ടാവണം എപ്പോഴും നിന്നിൽ. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നീ വീട്ടിലായിരിക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, നടക്കുമ്പോൾ, കിടക്കുമ്പോൾ നിൻ്റെ മക്കളെ ഈ വചനം പഠിപ്പിക്കണം. നമ്മൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ആരും ചെയ്യുന്നില്ല. നമ്മൾ ആരും ചെയ്യുന്നില്ല. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ വീട്ടിലെ മക്കൾക്ക് ഒരു 100 വചനം കാണാപ്പാടം അറിയാം. ഏതെങ്കിലും പിള്ളേർക്ക് 100 വചനം കാണാപ്പാടം അറിയാം. നമ്മുടെ പിള്ളേർക്ക് 100 പോട്ട് 10 വചനം അറിയാമോ? നിങ്ങളുടെ ആർക്കെങ്കിലും 100 വചനം കാണാപ്പാടം അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? അറിയാം. കൊള്ളാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അറിയാൻ 2-3 പേര്. കൊള്ളാം. 3 പേര് കരവരുത്തി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വചനം പഠിക്കണം. വചനത്തോടുള്ള ഒരു വലിയ ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വചനം പറയുകയാണ്. യാത്ര ചെയ്യുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, കിടക്കുമ്പോൾ, നടക്കുമ്പോഴെല്ലാം നിങ്ങൾ ഈ വചനം ആരോട് പറയണം? മക്കളോട് പറയണം. ആരോട് പറയണം? മക്കളോട് പറയണം. പ്രൈസ് ദി ലോർഡ്. മക്കളെ പഠിപ്പിക്കണം. നിങ്ങളുടെ വീടുകളുടെ കട്ടിലക്കാലുകളിലും പടിവാതിലുകളിലും അവ രേഖപ്പെടുത്തണം. വചനം വീടുകളിൽ ഒട്ടിച്ചു വെക്കുന്നത്, എഴുതി ഒട്ടിച്ചു വെക്കുക, അല്ലെങ്കിൽ ഒക്കെ അങ്ങനെ പ്രിൻ്റ് ചെയ്ത് കിട്ടും. വചനങ്ങൾ മുറികളിലും ഒക്കെ ഉള്ളത് ഒത്തിരി നല്ലതാണ്. അങ്ങനെ വചനം വയ്ക്കുന്നത് അവളെപ്പോഴും നമുക്ക് വചനം കാണാൻ പറ്റും. പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ വചനവും അനുഗ്രഹ വചനങ്ങളും വേണം നമ്മുടെ വീടുകളിൽ എഴുതി വെക്കാനായിട്ട്. വിശ്വാസ വചനവും അനുഗ്രഹത്തിൻ്റെ വചനങ്ങളും. അപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത നാട്ടിൽ നിങ്ങളും നിങ്ങളുടെ മക്കളും ദീർഘകാലം ഭൂമിക്ക് മുകളിൽ ആകാശമുണ്ടായിരിക്കുന്നതോളം കാലം വസിക്കും. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ പഠിക്കണം. ആ വചനത്തിൽ നമ്മൾ ജീവിക്കുകയും വേണം. വചനം അനുസരിക്കുമ്പോൾ ആ വചനം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് പോകുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. നിയമാവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ അനുഗ്രഹ വചനമാണ്. അതിനകത്തൊരു വചനം ഞാൻ പറയുന്നു. 13-ാം വചനം. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും, നീ ആരുടെയും ആജ്ഞാനുവർത്തിയായിരിക്കില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രമിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നിനക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാവത്തില്ല. നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ഒരിക്കലും നിനക്ക് അധോഗതി ഉണ്ടാവത്തില്ല. സാമ്പത്തിക മേഖലകളിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ ജോലിയിൽ, മക്കളുടെ വിദ്യാഭ്യാസത്തിൽ, നിന്റെ കുടുംബത്തിൽ അധോഗതി ഉണ്ടാവത്തില്ല. ഇത് കർത്താവിൻ്റെ വചനമാണ്. നിനക്ക് അധോഗതി ഉണ്ടാവത്തില്ല. നീ ഉയർച്ച പ്രാപിക്കും. നീ അനുഗ്രഹിക്കപ്പെടും. നിനക്ക് ഐശ്വര്യമുണ്ടാകും. നിനക്ക് അഭിവൃദ്ധി ഉണ്ടാവും. ഈ വചനം നീ അനുസരിക്കണം. വചനത്തിൽ ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം വായിച്ചാൽ, അതായത് പ്രോസ്പെറിറ്റി, ഉയർച്ച കടന്നു വരുന്നു. ഉയർച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. കഠിനാധ്വാനം കൊണ്ട് അധ്വാനിച്ച് സമ്പാദിക്കുന്നവരുണ്ട്. അല്ലാതെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അധ്വാനവും അതോടൊപ്പം
ദൈവവുമായിട്ടുള്ള ബന്ധവുമാണ് നമ്മുടെ ഉയർച്ചയുടെ കാരണമെന്ന് പറയുന്നത്. ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവരും ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ വലിയ സമ്പന്നന്മാരും നേട്ടമുണ്ടാക്കിയവരുണ്ട്, വലിയ ഉയർച്ചകളുണ്ട്, നിരീശ്വരവാദികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ദൈവം തരും. അതാണ് യഥാർത്ഥ സമൃദ്ധി. നമുക്ക് വേണ്ടത് ദൈവം തരും. തരികല്ലേ? തക്ക സമയത്ത്, കൃത്യസമയത്ത് കർത്താവ് നമുക്ക് വേണ്ടി തരും. അവൻ്റെ വചനം പാലിച്ചുകൊണ്ട് അവൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകത്തിൽ 32:45, 46, 47 ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ ഉദ്ബോധിപ്പിച്ചതിന് ശേഷം മോശ പറഞ്ഞു, ഞാനിന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ദൈവത്തിൻ്റെ വചനം, അവന് ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ ഞങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ഈ വചനം ഹൃദയത്തിൽ ഞങ്ങൾ സംഗ്രഹിക്കണം. എന്തിനു വേണ്ടിയാ? ഞങ്ങളുടെ മക്കളോട് ഈ വചനങ്ങൾ ആജ്ഞാപിക്കുവാൻ, ആ വചനങ്ങൾ പഠിപ്പിക്കാൻ. നിങ്ങൾ ഹൃദയത്തിൽ വചനം സംഗ്രഹിക്കണം. പരിശുദ്ധ മറിയം വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മാതാപിതാക്കന്മാർ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. എന്തെന്നാൽ, എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ? എന്തെന്നാൽ ഇത് നിസ്സാര കാര്യമല്ല. ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനമാണിത്. എന്തെന്നാൽ ഇത് നിസ്സാര കാര്യമല്ല. ഇത് നിസ്സാരമായ കാര്യമല്ല. ഇത് ദൈവത്തിൻ്റെ വചനമായത്. മനുഷ്യന്റെ വ്യർത്ഥവാക്കുകളോ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളോ മനുഷ്യന്റെ ബുദ്ധിയിൽ എഴുതി വെച്ചതോ ഒന്നുമല്ല ഇത്. ഇത് നിസ്സാര കാര്യമല്ല. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇത് നിസ്സാരമായ കാര്യമല്ല. നിങ്ങളുടെ ജീവനാണിത്. നിങ്ങളുടെ ജീവനാണിത്. ഈ വചനം നിങ്ങളുടെ ജീവനാണ്. നിങ്ങൾ ജോർദാനക്കരെ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്നത് ഇതുമൂലമായിരിക്കും. ജോർദാനക്കരയുള്ള അവർ കടന്നുപോയി കാനാൻ ദേശം ഇസ്രായേൽ മക്കളോട് പറയുക, ഇതുമൂലമായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ദൈവം തൻ്റെ മക്കൾക്ക് കൊടുത്ത ഒരു വാഗ്ദത്തമാണ്. ഇത് നിസ്സാരമായ കാര്യമല്ല. ഇത് നിങ്ങളുടെ ജീവനാണ്. ജോർദാനക്കര നിങ്ങൾ ഇതുമൂലം, ഈ വചനം മൂലമായിരിക്കും ജീവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. 1948 ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാവുന്നത്. ലോകത്തിലെ ഏറ്റവും അധികം പീഡ അനുഭവിച്ച, തകർക്കപ്പെട്ട, ചിതറിക്കപ്പെട്ട ഒരു ജനതയാണ് ഇസ്രായേൽ. ഈ ഇസ്രായേൽ ജനത വിശുദ്ധ ബൈബിളിൽ ഇസ്രായേലിനെ കുറിച്ച് എസെക്കിയേലിലും യെശയ്യായിലുമൊക്കെ പറയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ തകർച്ചയെക്കുറിച്ചും ഒക്കെ, ചതുർക്കിയതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ഇസ്രായേൽ എന്ന രാജ്യം. ഇന്ന് ലോകം മുഴുവൻ ഇസ്രായേൽ എന്ന രാജ്യത്തെ ഭയപ്പെടുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ പകുതി മാത്രമുള്ള ഒരു രാജ്യമാണ്. കേരളത്തിൻ്റെ പകുതിയുള്ളൂ ഇസ്രായേൽ. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യം. ലോകത്തിലെ കണ്ടുപിടുത്തങ്ങളിൽ 80% കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരിക്കുന്നത് ഇസ്രായേലാണ്. ലോകത്തിലെ സമ്പന്നന്മാരിൽ, ലോകത്തെ നിയന്ത്രിക്കുന്ന സമ്പന്നന്മാരിൽ 80% ഇസ്രായേൽക്കാരാണ്. അമേരിക്കയെ പോലും കൺട്രോൾ ചെയ്യുന്ന ഇസ്രായേലാണ്. അവൾ അസാധാരണമായ ദൈവ ശക്തിയുടെയും ദൈവിക സംരക്ഷണത്തിൻ്റെയും വലിയൊരു ജനതയാണ് ഇസ്രായേൽ. ഇസ്രായേലിനെ എല്ലാവർക്കും ഭയമാണ്. എന്തേ ഈ കൊച്ചു രാജ്യത്തെ എല്ലാവർക്കും പേടി? എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ ഇവർക്ക് ഇത്ര ഭയം? അവർ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. നമ്മളോ അതെ, നമ്മളും തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, അല്ലേ? പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ കയ്യിലിരിപ്പ് എന്താ? തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. കത്തോലിക്കനെ തിരഞ്ഞെടുത്താന്നാണ് പറയുന്നത്. കയ്യിലിരിപ്പ് എന്താ? കള്ളുകൂടി, കഞ്ചാവടിക്കുക, വചനം പാലിക്കത്തില്ല,
തോന്നിവാസം, സകല പരിപാടിയുണ്ട്. മയക്കുമരുന്ന് കച്ചവടം, പള്ളിയിൽ പോകുകയില്ല, കുമ്പസാരിക്കത്തില്ല, ഒന്നുമില്ല. ലോകം മുഴുവൻ എല്ലാവരും കൂടെ കത്തോലിക്കനായിട്ട് വട്ടുകെട്ടിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ പോലും ശരിയല്ലേ, എല്ലാവരും വലിച്ചു കയറിക്കൊണ്ടിരിക്കുക കത്തോലിക്കനെ. എന്താ കാര്യം? എന്താ ഇതിന് കുറവൊന്നും ഉണ്ടാകത്തില്ല. കാരണം കത്തോലിക്കൻ വചനത്തെ പാലിക്കുന്നില്ല. അതുകൊണ്ട് അവൻ എല്ലായിടത്തു നിന്ന് ചവിട്ടും തൊഴിയും കിട്ടിക്കൊണ്ടിരിക്കും. ഇസ്രായേൽ ജനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇസ്രായേൽ ജനം വചനം അതേപടി പാലിക്കുന്നവരാണ്. ഒരു വ്യത്യാസമില്ലാതെ വചനം പാലിക്കുന്ന ഇസ്രായേൽ ജനത്തെ തോൽപ്പിക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് സാധ്യമല്ല. 1948 മണിക്കൂർ കൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യമുണ്ടായി. രണ്ടാം ലോകമഹായുദ്ധത്തിൽ അമേരിക്കയുടെ പക്ഷത്തു നിന്നുകൊണ്ട് അണുബോംബ് ഇട്ട് ജപ്പാനെയൊക്കെ തകർത്തത് ഇസ്രായേലിലെ ഒരു ഇസ്രായേൽക്കാരനായ ബുദ്ധിമാനായ ഒരു ശാസ്ത്രജ്ഞനാണ് ബോംബ് കണ്ടുപിടിക്കുന്നത്, അണുബോംബ് കണ്ടുപിടിക്കുന്നത്. അണുബോംബിട്ട് തീർത്ത് കഴിഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ചോദിച്ച ചോദ്യം ഇതാണ്: ഞങ്ങൾ എന്താ ചെയ്തത്? ചർച്ചിൽ ഞങ്ങൾ എന്താ ചെയ്തു തരേണ്ടത് ചോദിച്ചു. ഞങ്ങൾക്ക് ഇസ്രായേൽ എന്ന രാജ്യം പുനഃസ്ഥാപിച്ചുകൊണ്ട് ഇസ്രായേൽ വേണം. മണിക്കൂർ കൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യത്തെ അമേരിക്കയും കൂടെ ചേർന്നുകൊണ്ട് ഉണ്ടാക്കുകയാണ്. അതിനുശേഷം 6 ദിവസത്തെ യുദ്ധത്തിൽ ഗോലാൻ കുന്നുകൾ ഉൾപ്പെടെ 6 ചുറ്റുവട്ടത്തിലെ 6 മുസ്ലിം രാഷ്ട്രങ്ങൾ ഒന്നിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധം. 6 ദിവസത്തെ യുദ്ധം മുഴുവൻ രാജ്യത്തെ പരാജയപ്പെടുത്തി ഗോലാൻ കുന്നുകൾ ഉൾപ്പെടെ മൊത്തം ഇസ്രായേൽ പിടിച്ചെടുത്തു. അതൊക്കെ ചരിത്രമാണ്. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അത് കാണാൻ പറ്റും. എൻ്റെ ചരിത്രം വീരചരിത്രമാണ്. ഇസ്രായേലിൻ്റെ എൻഡബെ ആക്രമണമൊക്കെ അതിൻ്റെ ഒക്കെ വിശദമായ വീഡിയോ ഒക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. കണ്ടാൽ കോരിത്തിരിക്കുന്ന അനുഭവം. യഹൂദൻ്റെ ചരിത്രം ഒരു വലിയ ചരിത്രമാണ്. യേശുവും യഹൂദനായിരുന്നു. അവരെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം ഇതാണ്: അവർ ദൈവത്തിൻ്റെ വചനത്തിലാണ് ജീവിക്കുന്നത്. വചനമാണ്. വചനം വചനം വചനം. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എണ്ണയൊഴിച്ച് കള്ളും കുടിച്ച് തോന്നിവാസം കാണിച്ച് കാര്യം എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ വന്ന് ധ്യാനം കൂടി പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതം, ഇതല്ല നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ഇതിനൊരു മാറ്റമുണ്ടായാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടു വരും കാലങ്ങളിൽ ഇപ്പം തന്നെ ലോകത്തെമ്പാടും ക്രിസ്ത്യാനിത തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുക. പറഞ്ഞു എന്ന് പറയാം. യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്ഥിതി എന്താ? അവിടെ ആണും കല്യാണം കഴിക്കുന്നു, പെണ്ണും കല്യാണം കഴിക്കുന്നു. ഒരു 5-8 മാസം മുമ്പ് നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടു കാണും. ജർമ്മനിയിലെ കത്തോലിക്ക പള്ളികളിൽ പുരോഹിതന്മാർ സ്വർഗഭോഗികളെ ആശീർവദിക്കുകയാണ്. എന്തൊരു ലജ്ജാകരമാണിത്! പുരുഷങ്ങളുടെ വിവാഹം ആശീർവദിക്കുന്നതിന് അച്ഛന്മാർ പള്ളിയിൽ വിവാഹം ആശീർവദിച്ചു വിടുകയാണ്. അത്രമാത്രം ലജ്ജാകരമായ കാര്യങ്ങൾ നടക്കുന്നത്. കാനഡയിൽ, അമേരിക്കയിൽ, യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ തകർന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ വചനം അവിടെ പ്രഘോഷിക്കപ്പെടുന്നില്ല. ദേവാലയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുന്നില്ല. എവിടെ ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്നോ ആ സഭയാണ് പൂത്തു തളിർക്കുന്നത്, ആ സഭയാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. വചന പ്രഘോഷണമുള്ള സഭയെ പൂത്തു തളിർക്കത്തുള്ളൂ. വചനപ്രഘോഷം എവിടെ ഇല്ലാതാകുന്നു, വചനമില്ലാതാകുന്നു, അവിടെ സഭ ജനം മുഴുവൻ ലോകത്തിൻ്റെ മനുഷ്യരായിട്ട് മാറുകയാണ്. നമ്മൾ ചിന്തിക്കുന്നത് യൂറോപ്പിൻ്റെ ഒക്കെ സ്ഥിതിയൊക്കെ വളരെ കഷ്ടമാണ്. ഇറ്റലി ഒക്കെ എന്താണ്? വിശ്വാസമൊന്നുമില്ല. ജനം മുഴുവൻ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയല്ലേ യൂറോപ്പിൽ. അതുകൊണ്ട് നമ്മൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു പുതിയ ഉണർവ് ദൈവം തുറന്നെങ്കിൽ മാത്രമേ ലോകം രക്ഷപ്പെടത്തുള്ളൂ. അല്ലെ അടുത്ത ഒരു ജനറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ കത്തോലിക്കയുടെ സ്ഥിതിയൊക്കെ ഇപ്പം തന്നെ വളരെ കഷ്ടമാണ്. ദേവാലയങ്ങളിൽ ആളില്ലാത്ത അവസ്ഥ. ഇവിടെ നമ്മുടെ ഈ കേരളത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചോ, മാക്സിമം ഒരു 25 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഈ കേരളത്തിലെ ദേവാലയങ്ങളിൽ ഒരു 40 വയസ്സിന് മേളിൽ പ്രായമുള്ളവരൊക്കെ 50 വയസ്സിന് പ്രായം കാണുള്ളൂ. ആണ് എല്ലാവരും നാട് വിടുക. ശരിയാണോ? യൂറോപ്യൻ രാജ്യങ്ങളിൽ അവർ എല്ലാം പോവുക. എന്നിട്ട് അവർ PR ആയി അവിടെ ജീവിതം. അപ്പോൾ ഇവിടെ കേരളത്തിലെ സ്ഥിതി വളരെ കഷ്ടമാണ്. ഇങ്ങനെയെല്ലാം വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനസംഖ്യ, നമ്മൾ കത്തോലിക്കരുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ജനസംഖ്യ കുറഞ്ഞു. എല്ലാം പ്രതിസന്ധികൾക്ക് കാരണമാകുന്നുണ്ട്. ഹല്ലേലൂയ.
അപ്പോൾ ഇസ്രായേലിനെ തകർക്കുവാനായിട്ട് ഈ ലോകത്തിനൊരു ശക്തിക്ക് സാധ്യമല്ല. അങ്ങനെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. ആ ജനം ഒരു വിശ്വാസ ജീവിതം നയിക്കുന്നതുകൊണ്ടാണ് അവരെ തകർക്കാനായിട്ട് പറ്റാത്തത്. അത്രമാത്രം ദൈവിക കാര്യങ്ങളിൽ അവർക്ക് തീഷ്ണതയുണ്ട്. അവർ ആ രീതിയിൽ ജീവിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചന പുസ്തകം 66:8. ഇങ്ങനെയൊന്ന് കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഒരു ദിവസം കൊണ്ട് ഒരു ദേശം ഉണ്ടാകുമോ? ഒരു നിമിഷം കൊണ്ട് ഒരു ജനത രൂപം കൊള്ളുമോ? ഇസ്രായേലിനെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊന്ന് കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഒരു ദിവസം കൊണ്ട് ഒരു ദേശമുണ്ടാകുമോ? ഉണ്ടായി. അതാണ് ഇസ്രായേൽ. ഒരു ദിവസം കൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യമുണ്ടായി. ഒരു നിമിഷം കൊണ്ട് ഒരു ജനത രൂപം കൊള്ളുമോ? അന്ന് സംഭവിച്ചു. പിന്നീട് ലോകത്തുള്ള യഹൂദന്മാർ, നമ്മുടെ കേരളത്തിൽ കൊച്ചിയിലൊക്കെ ഉണ്ട് യഹൂദന്മാർ, ലോകത്തുള്ള സകല യഹൂദന്മാരെയും അവർ ലോകത്തെ ചതുരപ്പ മുഴുവൻ പേരെയും ഇസ്രായേലിലേക്ക് അവർ മടക്കിക്കൊണ്ടുവന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ നന്ദി. എസെക്കിയേൽ പ്രവാചന പുസ്തകം 11:16-17. ആകയാൽ ഇങ്ങനെ പറയുക, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, അവരെ ഞാൻ ജനതകളുടെ ഇടയിലേക്ക് അകറ്റിയെങ്കിലും, രാജ്യങ്ങളുടെ ഇടയിൽ അവരെ ഞാൻ ചിതറിച്ചെങ്കിലും, അവർ എത്തിച്ചേർന്ന രാജ്യങ്ങളിൽ തൽക്കാലത്തേക്കാൻ അവർക്ക് ദേവാലയമായി. അവരെ ഞാൻ ചിതറിച്ചു. അവരെല്ലാം അനേക രാജ്യങ്ങളിൽ എത്തിച്ചേർന്നു. തൽക്കാലത്തേക്കാൻ അവർക്ക് ദേവാലയമായി. വീണ്ടും പറയുക, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളെ ഞാൻ ജനതകളുടെ ഇടയിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും. നിങ്ങൾ ചിതറിപ്പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശേഖരിക്കും. ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് ഞാൻ നൽകും. ഹല്ലേലൂയ. ഞാൻ ഈ സംഭവം പറഞ്ഞത് ഇത് വചനമാണ്. എസെക്കിയേലിലൂടെ നൽകപ്പെട്ട വാഗ്ദത്ത വചനം. അത് അതുപോലെ പൂർത്തിയാവുക. ചതുരിക്കപ്പെടുന്നു വചനം പറയുന്നുണ്ട്. ചതുരിക്കപ്പെട്ടു, ഒന്നിച്ചു ചേർക്കുമെന്ന് പറയുന്നു. ഇതെല്ലാം ഈ വചനം മുഴുവൻ അതുപോലെ സംഭവിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.